ഉന്നതങ്ങളിൽ ഉന്നതൻ വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് പറയാമെന്ന് പറയുമെങ്കിലും ഇതിൽ ഇനി ഉയർന്നു വരേണ്ട പങ്ക് ദേവസ്വം ബോർഡ് ദേവസ്വം മന്ത്രിമാരായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെയും VN വാസവൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ CPM-ന് ഇതിനകത്തുള്ള പങ്ക് അടിമുടി ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ പുറത്തു വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അന്വേഷണം ഇനി CPM നേതൃത്വത്തിലേക്കാണ് മാറുന്നത്. ദേവസ്വം ബെഞ്ചും തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോറ്റതിന് ശേഷം അനങ്ങിയില്ല. ആ പരാമർശം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ദേവസ്വം ബെഞ്ചിൻ്റെ ഉത്തരവിൽ ഉണ്ടായിരുന്നിട്ടും SIT-യും അനങ്ങിയില്ല. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഏറ്റവും അധികം ചർച്ചകൾ നടത്തിയത്, സൂക്ഷ്മമായി വിശകലനം ചെയ്തുകൊണ്ട് ചർച്ചകൾ നടത്തിയത് DNA ന്യൂസിലൂടെയാണ്. അത് അഡ്വക്കേറ്റ് KM ഷാജഹാൻ സാറാണ്. ഇപ്പോഴൊക്കെ ഞങ്ങളുടെ സംശയം, എന്തുകൊണ്ട് ഭരണസമിതിയിലുണ്ടായിരുന്ന ഈ സ്വർണ്ണപ്പാളികൾ കടത്തിക്കൊണ്ടുപോകുന്ന സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു. ഒരു 6-7 മാസം മുമ്പ് വന്ന കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പോലും പ്രശാന്തിനെക്കുറിച്ച് നിരവധി പരാമർശങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഭരണം മാറി. PS പ്രശാന്തിനെ പ്രതി ചേർക്കണമെന്നാണ് ഇപ്പോൾ SIT-യോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിരിക്കുന്നു. അതായത് CPM-ൻ്റെ ഭരണകാലത്തുള്ള 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ് പ്രതികളാകുന്നത്. എന്തുകൊണ്ടാണ് ഈ PS പ്രശാന്തിനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തത്? നമ്മളൊക്കെ ഉന്നയിച്ചിരുന്ന ചോദ്യങ്ങളാണത്. അല്ല, അത് വളരെ പ്രസക്തമാണ്. നമ്മൾ തന്നെ എനിക്കൊന്നും ഒരു 5ഓ 6ഓ ചർച്ചകളിൽ വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്തതും ചോദിച്ച ചോദ്യമാണ്. കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ 5ാമത്തെ 6ാമത്തെയോ മറ്റോ ഇടക്കാല ഉത്തരവിൽ ഒരു 3-4 പേജിൽ 2025 നടന്ന ക്രമക്കേടുകൾ എണ്ണി കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോടതി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കോടതി അന്ന് പറഞ്ഞെന്താ, 2019 നടന്ന കള്ളത്തരം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് 2025 ഇത് നടന്നത് എന്നും കോടതി പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പം ഈ പ്രശാന്തിനെ പ്രതി ചേർക്കണം എന്നൊക്കെ പറയുന്ന ഈ SIT എന്തുകൊണ്ട് ഇടതുപക്ഷ പിണറായി സർക്കാർ ഇവിടെ അധികാരത്തിരുന്നപ്പോൾ ഇയാളെ പ്രതി ചേർക്കണമെന്ന് പറഞ്ഞില്ല? SIT-ക്ക് അന്നത് പറയാമായിരുന്നല്ലോ. അല്ല, അത് മാത്രമല്ല, പ്രശാന്തിനെ ചോദ്യം ചെയ്യാൻ, അതായത് ചോദ്യം ചെയ്യാൻ എന്ന് പറഞ്ഞുകൂടാ, മൊഴിയെടുക്കാൻ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് കോടതിയുടെ ചില നടപടികളുമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാതിരിക്കാൻ വയ്യ. കാരണം PS പ്രശാന്ത് എന്ന് പറഞ്ഞിട്ടുള്ള പിണറായി സർക്കാരിൻ്റെ കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെ അതിനിശ്ചിതമായിട്ടുള്ള പരാമർശങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേവസ്വം ബെഞ്ചിൻ്റെ നവംബറിലോ മറ്റോ വന്ന റിപ്പോർട്ടിൽ വിധിന്യായത്തിലുണ്ടായിരുന്നു. ആ വിധിന്യായത്തിലുണ്ടായിരുന്നിട്ടും എൻ്റെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ഒരു സംശയം, ആ വിധിന്യായത്തിൽ ആ പരാമർശങ്ങൾ ഉണ്ടായിരുന്നിട്ടും PS പ്രശാന്തിനെ പ്രതി ചേർക്കണം എന്ന് ഇപ്പം മാത്രമേ ദേവസ്വം ബെഞ്ചിന് തോന്നിയുള്ളൂ എന്നുള്ളതാണ്. ഈ സംശയങ്ങളൊക്കെ നമുക്ക് എപ്പോഴേ തോന്നി, നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളെന്നല്ല, സാധാരണക്കാരായ ഏതൊരു വ്യക്തിക്കും ഉണ്ടായിരുന്ന കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞത് ദേവസ്വം ബെഞ്ചും സ്വയം വിമർശനപരമാകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം എനിക്കത് ഓർമ്മയുണ്ട്, ആ ഇടക്കാല ഉത്തരവിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഈ 2025 PS പ്രശാന്തിൻ്റെ കാലത്തെ ദേവസ്വം ബോർഡിൻ്റെ ഇടപെടലുകളെ കുറിച്ച് എനിക്കൊന്ന് 5ഓ 6ഓ ഖണ്ഡികയിൽ പറഞ്ഞിരുന്നു. അതെ, അത് നവംബറിലോ മറ്റായിരുന്നു. ആ നവംബറിൽ അത് വന്നിട്ടും ഡിസംബറിലും ജാനുവരിയിലും ഫെബ്രുവരിയിലും മാർച്ചിലും പ്രശാന്തിനെ പ്രതി ചേർക്കണം എന്ന് ദേവസ്വം ബെഞ്ചിന് എന്തുകൊണ്ട് തോന്നിയില്ല? അതായത് ഈ കേസ് തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ ഞാൻ ഉൾപ്പെടെ പറഞ്ഞിരുന്നു. കാരണം ഞാൻ പറഞ്ഞ കാര്യം മറ്റൊന്നുമല്ല, CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്, കോടതിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യം മുതൽ തന്നെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് കോടതി സ്വമേധയാ കേസെടുക്കുന്നു, കോടതി അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു, അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥന്മാരെ കോടതി നിയോഗിക്കുന്നു. പിന്നീട് കണ്ടതെല്ലാം ഇവരെല്ലാവരും കൂടി നടത്തിയിട്ടുള്ള ഒരു ഒത്തുകളിയാണ്. ആ ഒത്തുകളിയാണ് ഇപ്പോൾ വെളിവായിരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് അത് അത്തരത്തിലുള്ള വിമർശനങ്ങൾ വരാം. എന്തുകൊണ്ടാണ് വരുന്നത്? ഇപ്പം കോടതി ഇതിനകത്ത് സ്വമേധയാ കേസെടുത്ത ഒത്തുകളിയാണോ എന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല. അത് അതിനകത്ത് എനിക്ക് അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. അത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയാം, അതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ ഇതിനകത്തുനിന്ന് ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഡിസംബറിൽ നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ
ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിൻ്റെയും SITയുടെയും നടപടികൾ ഈ കേസിലെ പ്രതികളെ കണ്ടുപിടിക്കാനും അവരെ ശിക്ഷിക്കാനും ഉതകുന്ന നിലയിലായിരുന്നു. കാരണം ഡിസംബറിന് മുമ്പ് പത്മകുമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു, വാസു അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇതെല്ലാം ഞാൻ പറഞ്ഞു വെച്ചാൽ ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ഇടപെടൽ കൊണ്ടാണെങ്കിലും മറ്റേ ശങ്കരദാസ് ജയിലിലായി. ഇതൊക്കെ നടന്നത് എപ്പോഴാണ്? ഇതൊക്കെ നടന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു വാട്ടർ ഷെഡായിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ശബരിമല ഒരു പ്രധാനപ്പെട്ട വിഷയമാവുകയും ജയിക്കാൻ ഒരു സാധ്യതയുമില്ലായിരുന്ന UDF ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും കൂടി ചെയ്തതോടുകൂടി SITയുടെ നടപടികളിൽ മാത്രമല്ല ദേവസ്വം ബെഞ്ചിൻ്റെ നടപടികളിലും ഒരു മരവിപ്പുണ്ടായോ എന്ന സംശയം പൊതുജനങ്ങളുടെ ഇടയിലുണ്ട്. കാരണം എന്താ? ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പ്രശാന്തിനെതിരായിട്ട് പരാമർശം ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് നടത്തിയത് ഒക്ടോബറിലോ നവംബറിലോ ആണ്. അപ്പോൾ ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ജനുവരിയിൽ PS പ്രശാന്തിനെ പ്രതി ചേർക്കാമായിരുന്നു, ഫെബ്രുവരിയിൽ ചേർക്കാമായിരുന്നു, മാർച്ചിൽ ചേർക്കാമായിരുന്നു, ഏപ്രിലിൽ ചേർക്കാമായിരുന്നു. അപ്പോഴൊന്നും ചേർക്കാതെ ഇപ്പോൾ പ്രശാന്തിനെ പ്രതി ചേർക്കും. പ്രത്യേകം കേസെടുത്ത് അന്വേഷിക്കാൻ ആവശ്യപ്പെടുന്നു. ഇതിനുപോൽബലകമായി ദേവസ്വം ബോർഡ് ഇതിനുപോൽബലകമായി ദേവസ്വം ബെഞ്ച് പറഞ്ഞ വിഷയങ്ങൾ നവംബർ മുതൽ ഹൈക്കോടതി വിധിന്യായത്തിലുണ്ടായിരുന്നല്ലോ. അതെ. അപ്പം ദേവസ്വം ബെഞ്ചും തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോറ്റതിന് ശേഷം അനങ്ങിയില്ല. ആ പരാമർശം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ദേവസ്വം ബെഞ്ചിൻ്റെ ഉത്തരവിൽ ഉണ്ടായിരുന്നിട്ടും SITയും അനങ്ങിയില്ല. എന്നിട്ടിപ്പോൾ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് ഗവൺമെൻറ്റെല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ തങ്ങളുടെ 2025 നവംബറിലെ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ 2026 ജൂണിൽ പ്രശാന്തിനെ പ്രതികരിക്കണമെന്ന് പറയുമ്പോൾ പ്രശ്നം ഇത്രയേ ഉള്ളൂ. പ്രശ്നം എന്താ? ജനങ്ങളുടെ അവസാന ആലയമാണ് കോടതി. ആ കോടതികളുടെ നടപടികളെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ സംശയം ഇതുമൂലം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. എന്തായാലും അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ. അതിനകത്ത് ദേവസ്വം ബെഞ്ചിൻ്റെ പ്രവർത്തനങ്ങളിലും SITയുടെ പ്രവർത്തനങ്ങളിലും ജനങ്ങൾക്ക് സംശയം ഉണ്ടായി എന്നുള്ളൊരു വസ്തുത അവിടെ നിൽക്കുന്നു. അത് നമുക്ക് തള്ളിക്കളയാം. ഇനി രണ്ടാമത് നമ്മൾ വരുന്ന ഒരു പ്രശ്നം എന്താണ്? സുമേഷ് നേരത്തെ ചോദിച്ചതുപോലെ ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് CPMൻ്റെ 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ പ്രതിസ്ഥാനത്താണ്. 2 പേര് ജയിലിൽ കിടന്നു. പത്മകുമാർ ജയിലിൽ കിടന്നു, വാസു ജയിലിൽ കിടന്നു. മിക്കവാറും PS പ്രശാന്തും അഴിയെണ്ണാനുള്ള സാധ്യതകൾ മിക്കവാറും അല്ല. അങ്ങനെ കിടന്നല്ലേ പറ്റൂ. ജയിലിൽ കിടന്നല്ലേ പറ്റൂ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച്. അപ്പം അങ്ങനെ വരുമ്പോൾ CPMൻ്റെ 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു കൊള്ളയിൽ അഴിയെണ്ണാൻ പോകുന്നു. അതിൽ പത്മകുമാറിന് ഈ കൊള്ളയിൽ അടിമുടി പങ്കുണ്ടെന്ന് വിജിലൻസ് കോടതിയും ഹൈക്കോടതിയും ഒക്കെ ഉൾപ്പെടെ പറഞ്ഞിട്ടും അയാൾ ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് പറഞ്ഞ അയാളുടെ ജാമ്യം നിഷേധിച്ചിട്ടും അയാൾ 100 ചില്ലുവാനം ദിവസം ജയിലിൽ കിടന്നിട്ടും അയാളെ സംരക്ഷിക്കുന്നു എന്നുള്ള ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1 അല്ല 2 തെരഞ്ഞെടുപ്പുകളിൽ CPM തോറ്റിട്ടും അയാളെ സസ്പെൻഷനിൽ മാത്രം ഇപ്പോഴും നിർത്തിയിരിക്കുന്നു. അയാൾക്കെതിരെ കടുത്ത അച്ചടക്ക നടപടിയില്ല. അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നില്ല. പത്മകുമാറിനെ പുറത്താക്കുമെന്നുള്ള വാർത്ത വന്നപ്പോൾ തന്നെ അയാൾ ഭീഷണി മുഴക്കിയല്ലോ. അപ്പോൾ തന്നെ വാല് ചുരുട്ടിയല്ലോ CPM. അതാണ് സസ്പെൻഷൻ. അതാണ് പോയി. അയാൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അയാൾ പറഞ്ഞത് ഒന്ന് ഈ യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയും വേറൊരു IPS ഉദ്യോഗസ്ഥരെയും അവിടുന്ന് മാറ്റി നിർത്തി. ആ മാറ്റി നിർത്തിയത് സംബന്ധിച്ച് ഫോൺ റെക്കോർഡ്സും ദേവസ്വം ബോർഡിലെ യാത്രയുടെ ലോഗ് ബുക്കും പരിശോധിച്ചാൽ മനസ്സിലാകും. ഞങ്ങൾ അന്ന് തിരുവനന്തപുരത്തേക്ക് പോയി എന്നുള്ളത് മനസ്സിലാകും എന്നയാൾ പറഞ്ഞു. രണ്ടാമത് അയാൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ശബരിമല കൊള്ളയിൽ CPMൻ്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർക്ക് പങ്കുള്ളതിനെക്കുറിച്ചും AKG സെൻറ്റർ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള പണപ്പിരിവ് ഇതിൽ നിന്നുണ്ടാക്കിയെന്നൊക്കെ ഉള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അയാൾ ഉന്നയിച്ചിരുന്നു. ഉണ്ട്. ഞാനൊരു കാര്യം കൂടെ ഈ അവസരത്തിൽ സൂചിപ്പിച്ചോട്ടെ. കഴിഞ്ഞ പിണറായി സർക്കാർ ആയതുകൊണ്ട് എനിക്ക് പറയാൻ കഴിഞ്ഞിരുന്നില്ല. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഈ ശബരിമലയിൽ ദേവസ്വം ഫോട്ടോഗ്രാഫറായ ഉണ്ണി എന്ന വിജയകുമാറിനെ കുറിച്ച് ചർച്ചകളിൽ പരാമർശിച്ചു പോയെങ്കിലും ഒരു ഘട്ടത്തിന് ശേഷം ഉണ്ണിയുടെ പേര് പറയാൻ പോലും ഭയമായിരുന്നു. കാരണം
ഉണ്ണിയെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിനുശേഷം എന്നെ തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് വിളിപ്പിക്കുന്നു. ഞാൻ മറ്റൊരാൾക്കെതിരെ കൊടുത്ത പരാതിയുടെ മൊഴി എടുപ്പിക്കാൻ എന്ന് പറഞ്ഞാണ് എന്നെ വിളിക്കുന്നത്. അവിടെ എത്തിയപ്പോൾ ഈ ഉണ്ണി കൊടുത്ത ഒരു പരാതി എന്നുള്ള നിലയിൽ ഒരു പരാതി എന്നെ കാണിക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ കേസെടുത്തോളൂ, എവിടെ നിന്നാണ് ഇതിൻ്റെ സോഴ്സ് കിട്ടിയെന്നൊക്കെയാണ് അവിടെ ആ ഉദ്യോഗസ്ഥന് അറിയേണ്ടിയിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് താങ്കളൊരു കാര്യം ചെയ്യൂ, കേസ് എടുക്കാൻ പറഞ്ഞു. അവസാനം പിന്നെ അവർ മയത്തിലായി. കേസ് എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും, മാങ്ങയാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞു. കാരണം പോലീസിനെ അന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടിച്ചാൽ അവർ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ ഉണ്ണിയെക്കുറിച്ചുള്ള ആ വീഡിയോ പിൻവലിച്ചു. ഞാൻ പോയി മൊഴി കൊടുത്ത കേസിൽ പരാതി എടുത്തിട്ടുമില്ല അന്ന്. അല്ല, ഞാൻ പറയാം, ഈ പറയുന്ന ഉണ്ണി എന്ന വിജയകുമാർ മുഖേന അവിടെ കോടികളുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നു. അയാളുടെ മൊബൈൽ നമ്പർ, അയാളുടെ കോൾ ലിസ്റ്റുകൾ, അയാൾ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് പരിശോധിച്ചാൽ പലതും വ്യക്തമാകും. ഞാൻ മനസ്സിലാക്കിയത് SIT പലതവണ ഈ വിജയകുമാർ എന്ന ഉണ്ണിയെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ ഉണ്ണി ഇതിൽ പ്രതിയായിട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ജയകുമാർ സാർ വന്നതിന് ശേഷമാണ് അയാളെ കുറച്ചെങ്കിലും അവിടെ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നതെങ്കിലും അയാൾക്ക് അവിടെ ആധിപത്യമുണ്ട്. കഴിഞ്ഞ 10-25 വർഷങ്ങളായി ഓരോ മണ്ഡലകാലത്തും അയാൾ അവിടെ പ്രവർത്തിക്കുകയാണ്. ഈ പറയുന്ന IPS ഉദ്യോഗസ്ഥനും അവിടെ വരുന്ന വേണ്ടപ്പെട്ട ഈ PS പ്രശാന്തും ഉൾപ്പെടെയുള്ളവർക്ക് റീൽ എടുത്തു കൊടുക്കുകയാണ് അയാളുടെ പരിപാടി. അത് മാത്രമല്ല, അയാൾ ഫോട്ടോഗ്രാഫർ ആയിട്ട് പോലും 5000 രൂപ അയാൾക്ക് സ്പോൺസർഷിപ്പ് കോർഡിനേറ്ററോ അങ്ങനെ എന്തോ ഒരു തസ്തിക കൊടുത്തിട്ട് ഈ പ്രശാന്ത് നിയമിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ തെളിയിക്കാൻ വെല്ലുവിളിക്കുകയാണ്. ഇനി ഈ പറയുന്ന ഈ ഉണ്ണി എന്ന വിജയകുമാറിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇനി എന്തായാലും പറയും. കാരണം ഭരണം മാറിയല്ലോ, അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ആരെയും പേടിക്കാനില്ല. കാരണം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യമുണ്ടെങ്കിൽ ഈ വിജയകുമാർ എന്ന ഉണ്ണിക്ക് നിയമപരമായി മുന്നോട്ട് പോകാം, യാതൊരു തടസ്സവുമില്ല. സൈബർ പോലീസ് അല്ല അതിനപ്പുറം വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എനിക്കതിനകത്ത് തോന്നുന്നത് ഈ ഫോട്ടോഗ്രാഫർക്ക് ഈ സ്വർണ്ണക്കൊള്ളയിലുള്ള പങ്ക് വിശദമായി അന്വേഷിക്കണം എന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രിക്ക് പിന്നെ പരാതി കൊടുക്കണം. ഞാൻ കൊടുക്കും. അയാളുടെ മൊബൈൽ ഫോൺ പരിശോധിക്കണം. അയാളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടാണ് ഈ പ്രതികൾ ഈ ഗൂഢാലോചന മുഴുവൻ നടത്തിയതെന്നും അയാൾ ഇതുപോലെ ഈ ഉന്നതർക്ക് റീല് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും അയാൾ ഇപ്പോഴും അവിടെ തുടരുകയാണെന്നും അയാളെ മാറ്റി നിർത്തി എന്നൊക്കെ പറഞ്ഞാലും അയാൾ ഇപ്പോഴും അചഞ്ചലനായി അവിടെ തുടരുകയാണ്. 10-25 വർഷങ്ങളായി എല്ലാ മണ്ഡലകാലത്തും അയാൾ അവിടെ പോവുകയാണ്. ആ ദേവസ്വം ബോർഡ് ഗസ്റ്റ് ഹൗസിലെ 3 മുറികൾ അയാൾ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അവിടെ വരുന്ന പണക്കാരന്മാരെ ചാക്കിട്ട് അയാൾ പല കാര്യങ്ങളും നേടുന്നുണ്ട്. അത് ഈ ആഭ്യന്തരമന്ത്രിക്ക് ഇതേ സംബന്ധിച്ചുള്ള ഈ ഉണ്ണി എന്ന വിജയകുമാറിനെ കുറിച്ചുള്ള പരാതി സാർ പറഞ്ഞതുപോലെ നമുക്കത് കൊടുക്കാം. അത് ആഭ്യന്തരമന്ത്രിക്ക് മാത്രമല്ല, ദേവസ്വം മന്ത്രിക്കും കൊടുക്കണം. അപ്പോൾ പത്മകുമാറിനെ പുറത്താക്കുമെന്ന് പറഞ്ഞിട്ട് വാലും പൊക്കി ചെന്ന CPMൻ്റെ നേതാക്കന്മാർ പത്മകുമാറിൻ്റെ ചെറിയൊരു വിരട്ടിനെ തുടർന്ന് ആ വാല് കാലിൻ്റെ ഇടയിൽ ചുരുട്ടി അയാളുടേത് സസ്പെൻഷനാക്കി മാറ്റി പോന്നു. നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ എന്താ, കേരളം കണ്ട ഏറ്റവും വലിയൊരു കൊള്ളയിൽ CPMൻ്റെ 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഇപ്പം അറസ്റ്റിലാകാൻ പോവുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ CPMന് ഇതിനകത്തുള്ള പങ്ക് അടിമുടി ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ പുറത്തു വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അന്വേഷണം ഇനി CPM നേതൃത്വത്തിലേക്കാണ് മാറുന്നത്. ഒരുപക്ഷെ ദൈവതുല്യനിലേക്ക് പത്മകുമാർ പറഞ്ഞ ദൈവതുല്യൻ ആരാണെന്നുള്ള എടുക്കാനുള്ള ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അതായത് ഈ വിജയൻ പത്മകുമാറിനെ പപ്പൻ എന്നാണ് വിളിച്ചിരുന്നത്. നമ്മളന്ന് പത്രത്തിൽ ഞാൻ വായിച്ചതാണ്. അതിനകത്ത് AKG സെന്ററിന്റെ നിർമ്മാണത്തിനും ഈ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉള്ള നിലയിലുള്ള പിന്നെ പരാമർശങ്ങൾ പത്മകുമാറിന്റെ ഭാഗത്ത് നിന്ന് വന്നതിനെ തുടർന്നിട്ടാണ് ഈ പുറത്താക്കൽ സസ്പെൻഷനിൽ ഒതുങ്ങിപ്പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ചർച്ച തീരുന്നതിന് മുമ്പ് നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ഈ 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഇതിനകത്ത് പങ്കാളികളായിരിക്കുന്നു. ആ 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഇടനില നേതാക്കന്മാരും അതിൽ താഴെയുള്ള നേതാക്കന്മാരുമാണ്. കുറച്ചെങ്കിലും ഉന്നത സ്ഥാനത്തുണ്ടായിരുന്നു എന്ന് പറയാവുന്നത് പത്മകുമാറാണ്. N വാസുവും അത്രയും ഉന്നതനല്ല. അതിനേക്കാൾ താഴ്ന്ന നിലവാരത്തിലുള്ള ആളാണ് PS പ്രശാന്ത്. ഇവർ 3 പേരും അതിൽ പങ്കാളികളാവുന്നു. സ്വാഭാവികമായും ഇതിനകത്ത് CPMൻ്റെ ഉന്നതങ്ങളുണ്ട്. ആ ഉന്നതങ്ങളിൽ ഉന്നതൻ വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് പറയാമെന്ന് പറയുമെങ്കിലും ഇതിൽ ഇനി ഉയർന്നു വരേണ്ട പങ്ക് ദേവസ്വം മന്ത്രിമാരായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെയും PN വാസവൻ്റെയാണ്. അതെ. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ നമുക്കതിനകത്ത് ഇനിഷ്യേറ്റീവ് കൊടുക്കണം, ആഭ്യന്തരമന്ത്രി കത്ത് കൊടുക്കണം. ഒരു അഡീഷണൽ ആയിട്ടുള്ള കേസ് സർക്കാർ രജിസ്റ്റർ ചെയ്ത് ഈ വിഷയത്തെക്കുറിച്ചിട്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഈ ഉണ്ണിയുടെ കാര്യം
EPS ഇവരെ 3 പേരും ഇതിനകത്ത് പങ്കാളികളായതിൻ്റെ കാര്യം, ഈ ദേവസ്വം മുൻ മന്ത്രിമാർക്ക് ഇതിനകത്തുണ്ടായിരുന്ന പങ്ക്, ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ദേവസ്വം അല്ല, എന്തായാലും ആഭ്യന്തരമന്ത്രിയെ കാണാതിരിക്കില്ല. പ്രശാന്ത് പിന്നെ കോൺഗ്രസിലൊക്കെ പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോൾ അല്ല, അങ്ങനെ കേൾക്കുന്നു. അതായത് ആഭ്യന്തരമന്ത്രിയെ കാണാൻ ഇയാളുടെ ഒരു ദൂതൻ പോയെന്നും ആഭ്യന്തരമന്ത്രി അയാളോട് പൊട്ടിത്തെറിച്ചെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ നീക്കങ്ങളൊന്നും വിജയിക്കുമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഈ ഗവൺമെൻറ്റിന് ഒരു ബാധ്യതയുണ്ട് ഈ വിഷയത്തിൽ. കാരണം 2 തെരഞ്ഞെടുപ്പിലും ഈ UDF ജനങ്ങൾക്ക് കൊടുത്തിരുന്ന ഉറപ്പ് ശബരിമല കൊള്ളയിൽ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണം ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള അന്വേഷണമാണ്. ആ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള അന്വേഷണത്തിനപ്പുറത്ത് വിഷയങ്ങൾ കിടപ്പുണ്ട്. ഇപ്പോൾ ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ആളെ തന്നെ വന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പൊന്നാടാണീച്ച വിഷയം കിടപ്പുണ്ട്. നമ്മൾ SITക്ക് പരാതി കൊടുത്തിട്ട് അതിന്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടി വെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമഗ്രമായൊരു അന്വേഷണം നടത്തണം എന്നുള്ള ആവശ്യം നമുക്ക് ആഭ്യന്തരമന്ത്രിയുടെ അടുത്തും ദേവസ്വം മന്ത്രിയുടെ അടുത്തും നമുക്ക് ഉന്നയിക്കണം. CPMനെ സംബന്ധിച്ചിടത്തോളം CPMൻ്റെ അടിമുടി ഇതിനകത്തുള്ള ബന്ധം പരിപൂർണമായി ഈ പ്രശാന്തും കൂടെ ഈ ചോദ്യമുനയിലേക്ക് വന്നതോടുകൂടി തെളിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടത് വിജയനും ഗോവിന്ദനുമാണ് എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയേണ്ട ഒരു കാര്യം, 2021 നെടുമങ്ങാട് മണ്ഡലത്തിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് LDFിലെ GR അനിലിനോട് പരാജയപ്പെട്ട വ്യക്തിയാണ് PS പ്രശാന്ത്. അതിനുശേഷമാണ് മറുകണ്ഠം ചാടി ഇയാൾ CPMലേക്ക് എത്തുന്നത്. അതിനുശേഷം ഇയാൾക്ക് 1-2 സ്ഥാനങ്ങൾ കിട്ടി. പിന്നീടാണ് താക്കോൽ സ്ഥാനം, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ ഒരു സ്ഥാനമെന്ന് പറയുമ്പോൾ എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. അവിടെ മറുകണ്ഠം ചാടിയെത്തിയ പ്രശാന്തിനെ പോലെയുള്ള ഒരു വ്യക്തിയെ പ്രതിഷ്ഠിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ നേതാക്കളുണ്ടായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള ഒരു DYFIയുടെ DYFI എന്നാണ് ഇപ്പോഴും പറയുന്നത്, ഒരു യുവ നേതാവുണ്ടായിരുന്നു. ആ യുവ നേതാവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിലാണ് ഈ പ്രശാന്തിനെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ പുറത്തു വരും. അതുകൊണ്ട് ഈ പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ വലിയ ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടം തന്നെയാണ്. കാരണം ഏതൊരു രാത്രിയും വെളുക്കാതിരുന്നിട്ടില്ല. അത് എത്ര ഇതായിരുന്നാലും അത് ഇരുട്ടി വെളുക്കുന്ന ഒരു അവസ്ഥയാണ് പ്രപഞ്ചമുണ്ടായ സമയം മുതൽ വരുന്നത്. അതുകൊണ്ട് ഈ പക്ഷേ അത് ഈ അയ്യപ്പനെ പോലെയുള്ളവരുടെയൊക്കെ മുതലാകുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് ജാഗ്രത പാലിക്കേണ്ടിയിരുന്നു. ഇനി എന്തായാലും ഞങ്ങൾ ഈ പരാതിയുമായി, അതായത് ഈ സർക്കാരിൻ്റെ കാലത്ത്, കാരണം വിജയൻ സർക്കാരിൻ്റെ കാലത്ത് പാണ്ഡ്യാലമുക്ക് സ്വദേശിയായ വിജയൻ കേരളം ഭരിച്ചിരുന്നപ്പോൾ ഞങ്ങൾ അനുഭവിച്ചതിൻ്റെയൊക്കെ ഒരു അസഹിഷ്ണുത, ഒരു ആത്മാഭിമാനം മുറിപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് ഇനി ഈ പറയുന്ന നിങ്ങൾ അന്നത്തെ കാലത്ത് കാണിച്ച പല അഴിമതികളും ഞങ്ങൾ നിയമപരമായി പോരാടി പുറത്തു കൊണ്ടുവന്ന് നിങ്ങളെ നഗ്നരാക്കി ഈ സമൂഹത്തിന് മുന്നിൽ നിർത്തുക തന്നെ ചെയ്യും.